ഹേ ഗായ്സ്, അപ്പോൾ തമിഴ് സിനിമ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ തമിഴ് സിനിമ എന്നല്ല ഇന്ത്യൻ സിനിമ തന്നെ കാത്തിരിക്കുന്ന ഇന്ത്യൻ 2 അതിന് ട്രെയിലർ വന്നിട്ടുണ്ട്. ഒന്നാം ഭാഗം നിങ്ങൾ കണ്ടിട്ടൊന്നും അറിയില്ല, അത് വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ്. കമൽഹാസൻ എന്ന് പറഞ്ഞൊരു നടൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ ശങ്കർ എന്ന സംവിധായകൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് നമുക്കറിയാം. ഈ രണ്ടുപേരും ഒരുമിച്ചിട്ട് അന്ന് സത്യം പറഞ്ഞ ഒരു കൾട്ട് ക്ലാസിക് ആയിട്ടുള്ള ഒരു പടമാണ് ഇന്ത്യൻ 2 എന്ന് പറയുന്നത്. അതായത് ആ ഒരു സിനിമയ്ക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സീക്വൽ ആവശ്യമുണ്ടോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയും ഒരാവശ്യമില്ലായിരുന്നു. കാരണം അത് ആ ഒരു സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന ഒരു പടമാണ്. അപ്പം അതിൻ്റെ സീക്വൽ വരികയാണ്. അപ്പം അതിൻ്റെ ട്രെയിലർ വന്നു. ഇത് അനൗൺസ് ചെയ്തപ്പോൾ തൊട്ടേ സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലൊരു എന്തോ ഒരു ഏർജ് ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ സിനിമ കാണണം എന്നൊരു ഏർജ് ഉണ്ടായിട്ടില്ല. അതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു, പിന്നെ വർഷങ്ങളുള്ള ഷൂട്ട്, ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവസാനം മ്യൂസിക് അനിരുദ്ധ് ചെയ്യുന്നു, മ്യൂസിക്കിൻ്റെ സംഭവങ്ങൾ വന്നു. ഒന്നും ഒരു ഇമ്പാക്റ്റ് എനിക്ക് ഉണ്ടാക്കിയതായിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ കാര്യം പറഞ്ഞതാണ്. ട്രെയിലർ കണ്ടപ്പോൾ എന്തോ ഒരു ട്രെയിൻ പോയതാ. ഈ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനൊക്കെ പോകില്ലേ, നമ്മളിങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞ പോലെയായിരുന്നു. എന്തൊരു ഫാസ്റ്റ് കട്ട്! എൻ്റെ അമ്മോ, സത്യം പറഞ്ഞാൽ ഒരിക്കൽ കണ്ട ഒന്നും നമുക്ക് ഓർമ്മയുണ്ടാവില്ല, അത്രയും ഫാസ്റ്റിലാണ് ഒരു കട്ട് വെച്ചിരിക്കുന്നത്. എന്തൊക്കെയൊക്കെയോ പോയി, എവിടേക്കൊക്കെയോ പോയി, ആരൊക്കെയൊക്കെയോ വന്നു. എനിക്ക് അങ്ങനെ തോന്നുന്നത്. എസ്.ജെ. സൂര്യ ഉണ്ടായിരുന്നു, സിദ്ധാർത്ഥ് ഉണ്ട്, ആരൊക്കെയാണ് കണ്ടത്? നെടുമുടി വേണുവിനെ കണ്ടിരുന്നു കേട്ടോ, പുള്ളി. അതുപോലെ തന്നെ വിവേക്, മരിച്ച നടനുണ്ടല്ലോ, വിവേകും ഇതിൽ വരുന്നുണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് AI ടെക്നോളജിയോ അങ്ങനെ എന്തൊക്കെ യൂസ് ചെയ്താണ് അവർ റീക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഒരു സംഭവമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സംഭവമാണ് കേട്ടോ. അങ്ങനെ പുള്ളിയുടെ സൗണ്ട് കൊടുത്ത് വേറെ ആരോ ആണ്. അങ്ങനെ ആരൊക്കെയോ വന്നു പോയത്. എസ്.ജെ. സൂര്യയൊക്കെ ഉണ്ടായിരുന്നു, ഒന്നും ഓർമ്മയില്ല. എനിക്ക് ട്രെയിലർ കണ്ടിട്ട് എന്തൊക്കെയാണ് പോണത്. ഇത് സത്യം പറഞ്ഞാൽ ഒരു ക്ലാസിക് സിനിമയല്ല. സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാലോ, കമൽഹാസൻ അത്രയും സ്റ്റാറുള്ള ഒരു ആക്ടറാണ്, അതിൻ്റെ കൂടെ ക്ലാസ് ആയിട്ടുള്ള ഒരു ആക്ടറും കൂടെയാണ്. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ പക്ക കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ ആയിരിക്കും എന്നുള്ള 100% ഉറപ്പാണ്. എന്തൊക്കെയൊക്കെയാണ് ഞാൻ ഇപ്പം തന്നെ ട്രെയിലർ കണ്ട് ഞാനിപ്പോൾ കണ്ടത്, പിന്നെ ലേറ്റായി പോയി. അപ്പോൾ അപ്പോഴേക്കും അതിൻ്റെ ട്രോളൊക്കെ ഞാൻ കണ്ടു. മറ്റേ വർഷങ്ങൾക്ക് ശേഷത്തിൽ വിനീത് ശ്രീനിവാസൻ്റെ വിഗ് ഊരിയിട്ട് കമൽഹാസന് കൊടുത്തിരിക്കുകയാണ്. പുള്ളി എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, മർമ്മവിദ്യ സംഭവം. അത് മറ്റേതിലുണ്ട്, ഫസ്റ്റ് പാർട്ടിലുണ്ട്. ഇത് അതിൻ്റെ എന്താണ്, ചൈനീസ് വേർഷനാ, കൊറിയൻ വേർഷനാ, അമ്മാതിരി ലെവലിലൂടെ ഷോ എന്ന് വെച്ചാൽ ഇതേ ഉള്ളൂ. നമ്മൾ എന്താ പറയുക, അമാനുഷികനായിട്ടൊക്കെ ചിത്രീകരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പുള്ളി ഗെറ്റപ്പൊക്കെ മാറിയിട്ടുണ്ട്, മുടി നീട്ടി വളർത്തിയിട്ടുണ്ട്, താടി വെച്ചിട്ടുണ്ട്, ക്ലീൻ ഷേവ് ഉണ്ട്. അങ്ങനെ ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂർ പടം എന്തൊരു ഫാസ്റ്റായിട്ട്. അത് സത്യം പറഞ്ഞാൽ ഒരു ട്രെയിലർ കട്ട് നമുക്ക് പറയാൻ പറ്റില്ല. സിനിമയുടെ നമ്മൾ എഡിറ്റൊക്കെ ചെയ്യില്ലേ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലിടാൻ വേണ്ടി എഡിറ്റ് ചെയ്യുന്ന പോലെ ആ രീതിയിലാണ് എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു രീതിയിൽ എനിക്കൊരു പ്രതീക്ഷ തരുന്നില്ല, പക്ഷെ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാവും കേട്ടോ. പുള്ളിയുടെ ആ ഒരു സ്റ്റാർട്ടപ്പിനെ യൂസ് ചെയ്യുന്ന രീതിയിലാണ് പടം ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റൊരു സത്യം പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഒരു ക്ലാസിക് പടം തന്നെയാണ്. ക്ലാസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സംസാരിക്കുന്ന ഒരു വിഷയമുണ്ട് അവർ, പൊളിറ്റിക്സ്, ഇന്ത്യൻ പൊളിറ്റിക്സും. അത് ശങ്കറിൻ്റെ സ്ഥിരം പരിപാടിയാണ് നമുക്കറിയാം. പക്ഷെ അതിൽ സംസാരിച്ചിരിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അച്ഛനും മകനും തമ്മിലുള്ള സംഭവങ്ങളും അവർ ഇമോഷണൽ കണക്ഷനും ഒക്കെ ഉണ്ട്, ഫാമിലിയുടെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിലങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളിയുടെ അഴിഞ്ഞാട്ടത്തിന് വേണ്ടി ചെയ്തു വെച്ചേക്കുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സത്യമായിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. അതായത് ഒരു വൺ മാൻ ഷോ അതിനു വേണ്ടിയിട്ടുള്ള സംഭവമായിരിക്കും തീർച്ചയാണ്. എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു. എന്തായാലും തിയേറ്ററിൽ പോയി കാണാൻ സംഭവം ഉണ്ടാകും. പക്ഷേ ഇതൊരു എന്നുവെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഭാഗം കണ്ടിട്ടുള്ളവർക്ക് ദഹിക്കുന്നില്ലടേ, എനിക്ക് ദഹിച്ചിട്ടില്ല. ആ ഒരു പടത്തിൻ്റെ ഒരു സീക്വൻസ് ആയിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു സംഭവം ഇല്ലടേ. അതായത് ആ ഒരു കമൽഹാസൻ എന്ന് പറയുന്ന നടൻ്റെ സംഭവം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ശങ്കർ എന്ന് പറയുന്ന സംവിധായകകളിൽ നിന്ന് ഉള്ള ഒരു ഡയറക്ടോറിയൽ ആ ഒരു ഡയറക്ടോറിയൽ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു വിഷൻ, അത് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഒന്നും കിട്ടിയില്ല. ഒരു പക്ക നമ്മൾ കൊമേഴ്ഷ്യൽ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഒരു തമിഴ് പടം ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുള്ളി സൂപ്പർമാൻ്റെ പവർ എന്തൊക്കെയാണ്. ഈ വിരൽ വെച്ച് തിരിക്കുന്നത് തന്നെ ഒരു 10-12 ഷോട്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റിപ്പീറ്റായിട്ട് തന്നെ വരുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ട്രെയിനിൽ കണ്ടുള്ളൂ.
സത്യം എനിക്ക് ഒന്നും ഓർമ്മയില്ല, ആരൊക്കെയോ വന്നു പോയി, എന്തൊരു ഫാസ്റ്റ് ആയിരുന്നു. നോക്കാം, നമുക്ക് പടം വന്നു കഴിഞ്ഞാൽ അറിയാടെ എങ്ങനെയുണ്ട് എന്നുള്ളത്. ആ ഒരു ചിലപ്പം പിന്നെ ഇതിന്റെ സ്റ്റോറി ലൈൻ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൊളിറ്റിക്സ് തന്നെയാണ് സംഭവം. ഇന്ത്യയിലെ എല്ലാ സംഭവങ്ങളും മിക്കവാറും ടച്ച് ചെയ്ത് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ആ ഒരു ട്രെയിലർ കട്ട് വഴി. അതിന്റെ ബേസിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളും സിദ്ധാർത്ഥൊക്കെ ആയിരിക്കും കഥനെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം കംബാക്ക് ഇന്ത്യൻ എന്നുള്ള #, സംഭവം, ക്യാമ്പയിനൊക്കെ വന്ന് അത് തിരിച്ചു വരുന്നതും പുള്ളി ചെയ്യുന്നതൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഇന്ത്യൻ 2 എന്ന് പറഞ്ഞു വരുന്ന ഒരു സീക്വൽ ആകുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ച സംഭവം ഇതേ അല്ല. ഒരു ക്ലാസിക് പടമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇതൊരു മാസ് മസാല പടം തന്നെയാണെന്നുള്ള 100% ഉറപ്പാണ്. നമുക്ക് പടം വന്നിട്ട് ബാക്കി നോക്കാം. എനിക്ക് തോന്നിയിട്ടുള്ളൊരു ട്രെയിലർ വലിയ സംഭവമായിട്ട് തോന്നിയിട്ടില്ല. പടത്തിൽ എന്തോ ഒരു മിസ്സിങ്, ആ ഒരു ക്ലാസിക് എലമെന്റ് മിസ്സായത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ നമുക്ക് നോക്കാം, പടം വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഇത് ട്രെയിലർ കട്ടിന് വേണ്ടി അവർ ചെയ്തു വെച്ചിരിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പടം വരട്ടെ, നമുക്ക് നോക്കാം.